പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അപ്പോൾ തന്നെ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർക്കുവാൻ, ഒന്നുകൂടി കർത്താവിനോട് നന്ദി പറയുവാൻ, ദൈവത്തോട് സ്നേഹവും നന്ദിയും അറിയിക്കുവാൻ, എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും കൃതജ്ഞതയോടെ, നന്ദിയോടെ, ദൈവസ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തന്നെ ഇന്ന് പ്രഭാതത്തിൽ ദൈവവചന ധ്യാന ചിന്തയ്ക്കായി ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുന്നു. ഹബക്കൂക്ക് ചാപ്റ്റർ 3 വേഴ്സ് 19. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ എന്നെ നടത്തുന്നു. ഇതൊരു പാട്ടിൻ്റെ സ്റ്റാൻസയാണ്. ഒരു സംഗീതത്തിൻ്റെ ഒരു 4 വരി എടുത്തിരിക്കുന്നത് പോലെ ഒരു പാട്ടിൻ്റെ സ്റ്റാൻസയാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, തന്ത്രിനാഥത്തോടെ സംഗീത പ്രമാണിക്ക് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന വാചകമാണ്. ഇത് എഴുതാനൊരു കാരണമുണ്ട്. ഈ മൂന്നാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ്, ആകെ 3 അധ്യായങ്ങളാണ് ഹബക്കൂക്കിന്റെ പ്രവചനത്തിലുള്ളത്. 3-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ ഇതിന്റെ 19-ാമത്തെ വാക്യം എത്തുമ്പോഴേക്കും ഹബക്കൂക്ക് പറയുകയാണ്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, the Lord is my strength. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ വേണേലും ഓടാം, ഇനി ഓടാൻ എനിക്ക് ശക്തി തന്നിരിക്കുന്നു, ഉന്നതികളിൽ എന്നെ നടത്തുന്നു, ഉന്നതികളിൽ നടക്കാൻ തക്കവണ്ണം എൻ്റെ കാലിന് ശക്തിയും ബലവും പകരുന്നു. കർത്താവ് എൻ്റെ സ്ട്രെങ്ത് ആണ്, യഹോവ എൻ്റെ ബലമാണ്, യഹോവ എൻ്റെ ജീവന്റെ ബലമാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനകത്ത് ഇത് പറയാനുള്ള കാരണം, 1-ാമത്തെ അധ്യായം തുടങ്ങുമ്പം 3 അധ്യായങ്ങളാണുള്ളത് എന്ന് പറഞ്ഞുവല്ലോ. 1-ാമത്തെ അധ്യായം തുടങ്ങുമ്പം കാണാൻ പറ്റാത്ത സാഹസങ്ങളും കാണാൻ പറ്റാത്ത വേദനകളുമായിട്ടാണ് തുടങ്ങുന്നത്. അനീതിക്കെതിരെ ഹബക്കൂക്ക് 1-ാമത്തെ ആ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച ദർശനം എന്നിട്ട് പറയുകയാണ്, സാഹസനിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കും, നീ രക്ഷിക്കാതെ വിധിക്കും, നീ എന്നെ നീതികേട് കാണുവാനിടയാക്കിയതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്, കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്. ഒരു കംപ്ലൈന്റ് പോലെ. ന്യായപ്രമാണം ദുർബലമായിരിക്കുന്നു, ദുഷ്ടനീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി മാറിപ്പോകുന്നു. അവർ ഏവരും സംഹാരത്തിനായി വരുന്നു, അവരുടെ മുഖം മുമ്പോട്ട് ബന്ധപ്പെടുന്നു, അവർ മണൽ പോലെ. അപ്പോൾ ഇതിനകത്തും മുഴുവൻ എഴുതിയിരിക്കുന്നത് സാഹസവും അതിക്രമവും അക്രമത്തെക്കുറിച്ചും എഴുതി മനസ്സും അടുത്ത ഒരു പ്രവാചകന്റെ കംപ്ലൈൻസ്. അപ്പൊ തന്നെ പറയുന്നു, എത്രത്തോളം നിലവിളിക്കും, നീ കേൾക്കാതിരിക്കും എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോ ഈ വാക്കുകൾ 1-ാമത്തെ അധ്യായത്തിൽ എഴുതുമ്പം ഭയങ്കരമായ വേദനയില്, ഭയങ്കരമായ സങ്കടത്തിനകത്ത് ആ കാണുന്ന നീതികേടും കാണുന്ന ഈ അതിക്രമവും കാണുന്ന ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാണുന്ന തരത്തിലുള്ള വേദനയ്ക്കകത്ത് നിന്നാണ് ഹബക്കൂക്ക് 1-ാമത്തെ അധ്യായം എഴുതുന്നത്. അത് കഴിഞ്ഞ് 2-ാമത്തെ അധ്യായം എഴുതുമ്പോഴത്തേക്കും എൻ്റെ ആവലാതി സംബന്ധിച്ച് എന്തായി തീരുമെന്നറിയാൻ ചെല്ലുമ്പോൾ അപ്പൊ കർത്താവ് പറഞ്ഞു, ഓടിപ്പോകുന്നതിന് തെളിവായി വായിക്കാൻ പലകയിൽ എഴുത്, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, വൈകിയാലും അത് വരും, അതിനായി കാത്തിരിക്കുക, വരും നിശ്ചയം എന്ന് പറഞ്ഞാൽ നിനക്കൊരു ദർശനം ഉണ്ടെങ്കിൽ ആ ദർശനത്തിലേക്ക് വരും, ദൈവം അതിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് വൈകിയെന്ന് വിചാരിച്ച് നീ ടെൻഷൻ ആവണ്ട, ഇത് നിശ്ചയമായിട്ടും വരും. അത് എഴുതുന്നത് ഓടിപ്പോകുന്നതിന്, ഓടിച്ചു വായിക്കത്തക്കൊണ്ടെന്ന് വായിക്കുന്നെങ്കിലും ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഓടിപ്പോകുന്നതിന് വായിക്കാൻ തക്കവണ്ണം, ഓടിപ്പോകുന്ന ഒരുത്തൻ പോലും വായിക്കുന്നത് പോലെ എഴുതണം, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് സമയം തെറ്റുകയില്ല, വൈകിയാലും അത് വരും, അതിനായിട്ട് കാത്തിരിക്കാം. എന്നിട്ട് കൂടെ ശിക്ഷിക്കപ്പെടുമെന്നും ഇന്ന് മേലാളന്മാരായിരിക്കുന്നവരും ദൈവം ഫറവോനെ പോലെ വളർത്തുമെന്നും, ദൈവം ഒറ്റ ശിക്ഷ, നീതിമാൻ അനർത്ഥങ്ങൾ ഒളിക്കുമ്പോൾ ദുഷ്ടൻ നേരെ ചെന്ന് ഛേദിക്കപ്പെടും, ഈ ദുഷ്ടത കാണിച്ചത്, വമ്പത്തരം കാണിച്ചത്, അതെല്ലാം ഒറ്റയടിക്ക് തീരും, നേരെ ചെന്ന് ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ അധ്യായം എത്തുമ്പോഴത്തേക്കും ഒരു ഭയങ്കര വ്യത്യസ്തതയുടെ അനുഭവമാണ്. ഒരു ഗാനം, ഒരു പ്രാർത്ഥനാ ഗീതം എന്ന് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെ, യഹോവേ ഞാൻ നിന്റെ കീർത്തി കേട്ടു, ഭയപ്പെട്ടു പോയി, യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ നീ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ നാം വായിച്ച 19-ാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്കും പറയുക, യഹോവ എൻ്റെ ബലം,
എൻ്റെ ജീവന്റെ ബലം കർത്താവിന്റെ ബലമാ. അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല എന്ന് മാത്രമല്ല, അവൻ എൻ്റെ കാലുകളെ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ വാഹനം ഓടിക്കുമാറാക്കും. ഞാൻ ഓക്കെയായി. പിന്നെ അടുത്ത വാക്കുകൾ എത്തുമ്പോഴത്തേക്കും അതിനകത്ത് പ്രത്യേകതകളുണ്ട്. പറയുന്നുണ്ട്, അത്യവൃക്ഷമില്ല, മുന്തിരി ഇനി അനുഭവം തരത്തില്ല, ഗോശാലകളിൽ കന്നുകാലി ഇല്ലാതെ പോകും, ആടുകൾ ആട്ടിൻ തൊഴുത്തിൽ ആടുകൾ ഇല്ലാതെ പോകും, അതിന്റെ പേരും പിറപ്പും ഇല്ലാതെ പോകും, എങ്കിലും ഞാൻ യഹോവയിൽ പുകഴും. അപ്പൊ ഭക്തനായ ഹബക്കൂക്കിന് കിട്ടുന്ന ഉറപ്പാണ് ഈ 3 അധ്യായങ്ങളിൽ കാണുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ ആവലാതിയും വേദനയും സങ്കടവുമാണ് കാണുന്നത്. അത് ദൈവത്തോട് നിലവിളിക്കുന്നു, ദൈവം എത്രത്തോളം കേൾക്കാതിരിക്കുമെന്നവരുടെ കംപ്ലൈന്റ് പറയുന്നത് 1-ാമത്തെ അധ്യായം. ദൈവത്തോട് കംപ്ലൈന്റ് പറഞ്ഞ 2-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ കൂടെ നടന്നിട്ട് ദൈവിക ദർശനമാണ് 2-ാമത്തെ അധ്യായം. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, വയ്യാലും അത് വരും, അതിനായി കാത്തിരിക്കുക എന്ന് പറയുന്നത് 2-ാമത്തെ അധ്യായം. അതിൽ തന്നെ പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒരു ഉറപ്പ് കൊടുക്കുക ഹബക്കൂക്കിന്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. കുഞ്ഞെ, ഇന്ന് ഈ വാചനം കേൾക്കുമ്പോൾ നീ വിശ്വസിച്ചേ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. വിശ്വാസം, അതെ, ആ വിശ്വാസത്താൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നാലും ഒരു പ്രതീക്ഷയില്ലാത്തടത്ത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. 3-ാമത്തെ അധ്യായം എത്തുമ്പോഴത്തേക്കും ഒരു പ്രാർത്ഥനാ ഗീതം, ഉറപ്പിന്റെ, ദൈവത്തോടുള്ള ഭക്തിയുടെ, ദൈവത്തോടുള്ള ആരാധനയുടെ, ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. അവിടെ നാം വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ എൻ്റെ കാലുകളെ മാൻപേട കാൽ പോലെയാക്കും, ഉന്നതികളിൽ എന്നെ വാഹനം ഓടിക്കുമാറാക്കും. കാര്യം, യഹോവ എൻ്റെ ബലം. യഹോവ ബലമാണെന്നൊരു ഉറപ്പോടെ വന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും പറയുക, ഇനി ഇതൊന്നുമില്ല, അത്യവൃക്ഷമില്ല, മുന്തിരി ഫലം തന്നില്ല, ഗോശാലകൾ കന്നുകാലികളില്ല, ആടിന്റെ പേരും പിറപ്പും നിന്നുപോയി, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എങ്കിലും ഞാൻ യഹോവയിൽ പുകഴും എന്ന് പറഞ്ഞ ദൈവം മതി കൂടെ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ബാക്കി ഒന്നിനെ ബാധിക്കുന്നില്ല. ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവകുഞ്ഞെ നീ ഒന്ന് ഉറപ്പിച്ചേ, ദൈവം നിന്റെ കൂടെയുണ്ട്. കൈവിടാത്തവനായി കർത്താവ് നിന്റെ കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ടെങ്കിൽ ബാക്കി ഒന്നും നടന്നില്ലെങ്കിലും പുറമെ എന്തൊക്കെ സംഭവിച്ചാലും അതിനെ പരിഹരിക്കാൻ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. ആ ഉറപ്പോടെ നമുക്ക് ഈ ദിവസം യാത്ര ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്ന അസാധാരണ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ജനത്തിന്റെ മേൽ പകരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, എൻ്റെ കാലുകളെ പേടമാൻ കാൽ പോലെയാക്കും. നീ എൻ്റെ ജീവന്റെ ബലം. യഹോവ ഞങ്ങളുടെ ബലമായിരിക്കാൻ നന്ദി പറയുന്നു. കാലുകളെ പേടമാൻ കാൽ പോലെയാക്കി ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു, തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ മറക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.